ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലേൺ വിത്ത് ആര്യ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ബേസിക് സയൻസിലെ ഒന്നാമത്തെ യൂണിറ്റായ ഒറ്റയല്ലൊരു ജീവിയും എന്ന പാഠഭാഗമാണ് നോക്കിയത്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റായ വ്യാധികൾ പടരാതിരിക്കാൻ എന്ന പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം പാഠത്തിലേക്ക് കടക്കാം. ഇവിടെ രോഗങ്ങളുടെ വർഗീകരണമാണ് ആദ്യം നൽകിയിരിക്കുന്നത്. രോഗങ്ങളെ രണ്ടായിട്ടാണ് വർഗീകരിച്ചിരിക്കുന്നത്, പകരുന്നവയെന്നും പകരാത്തവയെന്നും. പകരുന്ന രോഗങ്ങളെന്ന് വെച്ചാൽ എന്താണ്? ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നവയാണ് പകരുന്ന രോഗങ്ങൾ. ഇവ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? സ്പർശം, വായു, വെള്ളം, കൊതുക്, ഭക്ഷണം മുതലായ വഴിയാണ് ഇവ പകരുന്നത്. ഉദാഹരണത്തിന് ഡെങ്കിപ്പനി, ജലദോഷം, കോളറ, COVID-19, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം തുടങ്ങിയവയ്ക്കാണ് എന്ത്? പകരുന്ന രോഗങ്ങൾ. രണ്ടാമതായി പകരാത്ത രോഗങ്ങൾ, അതായത് ഇവ മറ്റൊരാളിലേക്ക് പകരുന്നില്ല. നമ്മുടെ ജീവിതശൈലി അല്ലെങ്കിൽ പാരമ്പര്യം, വയസ്സൊക്കെ കൊണ്ട് തുടങ്ങിയ കാരണങ്ങളാലാണ് ഇവ ഉണ്ടാകുന്നത്, അല്ലേ? ഇവയാണ് പകരാത്ത രോഗങ്ങൾ. ഉദാഹരണത്തിനായി ക്യാൻസർ, പ്രമേഹം, ഹൃദ്രോഗം, പക്ഷാഘാതം, വൃക്കരോഗം, അൾഷിമേഴ്സ് തുടങ്ങിയ രോഗങ്ങളൊക്കെ പകരാത്ത രോഗങ്ങളാണ്. പകരുന്ന രോഗങ്ങൾ അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഒരു രോഗബാധിതനിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകരുന്ന രോഗങ്ങളെന്ന് പറയുന്നത്, അല്ലേ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകരുന്ന രോഗങ്ങൾ. ഇനി അടുത്തത് മഹാമാരി, പാൻഡമിക് എന്താണെന്ന് നോക്കാം. ഒരു രാജ്യത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒന്നിലധികം ഭൂഖണ്ഡങ്ങളിലോ വ്യാപകമായി പടരുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു രോഗങ്ങളെയാണ് മഹാമാരി എന്ന് വിളിക്കുന്നത്. അതായത് എന്താണ് മഹാമാരി? ഒരു രാജ്യത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒന്നിലധികം ഭൂഖണ്ഡങ്ങളിലോ വ്യാപകമായി പടരുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്യുന്ന രോഗങ്ങളെയാണ്, പകരുന്ന രോഗങ്ങളെയാണ് മഹാമാരി അഥവാ പാൻഡമിക് എന്ന് വിളിക്കുന്നത്. ഉദാഹരണങ്ങളായി വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവയൊക്കെ എന്താണ്? പകരുന്ന രോഗങ്ങളാണ്. അതായത് അത് മഹാമാരിയാണ്, പാൻഡമിക് ആണ്. പാൻഡമിക് രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് എന്തൊക്കെ? വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവ. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം ഉണ്ടാകുന്നത് വരെയുള്ള കാലയളവിനെ എന്ത് വിളിക്കുന്നു? ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വിളിക്കുന്നു. എന്താണ്? രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം കാണിക്കുന്നത് വരെയുള്ള സമയം. ആ സമയത്ത് എന്താണ് വിളിക്കുന്നത്? ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വിളിക്കുന്നു. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? എപ്പിഡമിക്. എന്താണ്? വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് എപ്പിഡമിക്. സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങൾ അറിയപ്പെടുന്നത് എൻഡമിക്. അതായത് സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നു എന്നാൽ പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങൾ അറിയപ്പെടുന്നത് എൻഡമിക് എന്ന്. അപ്പോൾ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നതോ എപ്പിഡമിക്. സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? എൻഡമിക്. ആശുപത്രിയിൽ നിന്നും പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് നോസോകോമിയൽ രോഗങ്ങൾ. ആശുപത്രിയിൽ നിന്നും പകരുന്നവ അറിയപ്പെടുന്നത് നോസോകോമിയൽ രോഗങ്ങൾ. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് സൂണോസിസ് രോഗങ്ങൾ. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നവ സൂണോസിസ് രോഗങ്ങൾ. മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്നത് എപ്പിസൂട്ടിക്. മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്നത് എപ്പിസൂട്ടിക്. രോഗകാരികൾ അഥവാ പാത്തോജൻസ്, പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് എന്നിവയെ രോഗകാരികൾ എന്ന് വിളിക്കുന്നു. എന്താണ് രോഗകാരികൾ? പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് എന്നിവയെ രോഗകാരികൾ അഥവാ പാത്തജൻസ് എന്ന് വിളിക്കുന്നു. ഫംഗസ്, റൊട്ടിപ്പൂപ്പൽ, കരിമ്പൻ, കൂൺ എന്നിവയെല്ലാം ഫംഗസുകളാണ്. ഫംഗസുകൾക്ക് ഉദാഹരണം റൊട്ടിപ്പൂപ്പൽ, കരിമ്പൻ, കൂൺ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രോഗങ്ങളും കാരണമാകുന്ന ഫംഗസുകളും. കാൻഡിഡിയാസിസ്, ഒന്നാമത്തേത് കാൻഡിഡിയാസിസ്. അത് പകരുന്ന ഫംഗസ് ഏതാണ്? കാൻഡിഡ ആൽബിക്കൻസ്. രണ്ടാമത്തേത് ക്രിപ്റ്റോകോക്കൽ മെനിഞ്ചൈറ്റിസ്. അതിൻ്റെ ഫംഗസ് ക്രിപ്റ്റോകോക്കസ്. മൂന്നാമത്തേത് ഹിസ്റ്റോപ്ലാസ്മോസിസ് അഥവാ ഡാർലിങ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹിസ്റ്റോപ്ലാസ്മോസിസ്. അവയുടെ ഫംഗസ് ഹിസ്റ്റോപ്ലാസ്മ. അത്ലറ്റ് ഫുഡ്,
എപ്പിഡെർമോഫൈറ്റൻ ഫ്ലോക്കോസം. അത്ലറ്റ് ഫുഡ് എപ്പിഡെർമോഫൈറ്റൻ ഫ്ലോക്കോസം. റിംഗ്വേം മൈക്രോസ്പോറം. റിംഗ്വേം മൈക്രോസ്പോറം. ഒന്നുകൂടെ നോക്കാം. കാൻഡിഡിയാസിസ് കാൻഡിഡ ആൽബിക്കൻസ്. ക്രിപ്റ്റോകോക്കൽ മെനിഞ്ചൈറ്റിസ് ക്രിപ്റ്റോകോക്കസ്. ഹിസ്റ്റോപ്ലാസ്മോസിസ് അഥവാ ഡാർലിങ്സ് ഡിസീസ്, അതിൻ്റെ ഫംഗസാണ് ഹിസ്റ്റോപ്ലാസ്മ. അത്ലറ്റ് ഫുഡ് എപ്പിഡെർമോഫൈറ്റൻ ഫ്ലോക്കോസം. അടുത്തത് റിംഗ്വേം മൈക്രോസ്പോറം. ഇനി അടുത്തത് എന്താണ് രോഗാണുവാഹകർ എന്ന് നമുക്ക് നോക്കാം. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ അഥവാ വെക്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. എന്താണ്? രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളെ എന്ത് വിളിക്കുന്നു? രോഗാണുവാഹകർ. ഉദാഹരണം പേൻ, എലിച്ചെള്ള്, ഈച്ച, കൊതുക്, വവ്വാൽ തുടങ്ങിയവയൊക്കെ എന്താണ്? രോഗാണുവാഹകരാണ്, വെക്ടേഴ്സാണ്. അടുത്തത് രോഗവും പരത്തുന്ന കൊതുകിനവും. മന്ത് പരത്തുന്ന കൊതുകിനം ഏതാ? ക്യൂലെക്സ് പെൺകൊതുക്. മന്ത് ക്യൂലെക്സ് പെൺകൊതുക്. മന്ത് എവിടെയാണ് വരുന്നത്? കാലിലല്ലേ. അപ്പം നമ്മൾ ക്യൂ നിൽക്കുന്നത് കാലുകൊണ്ടല്ലേ. അപ്പം അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. മന്ത് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുക്. മലേറിയ പരത്തുന്നതോ? അനോഫിലസ് പെൺകൊതുക്. മലേറിയ അനോഫിലസ് പെൺകൊതുക്. മലേറിയ അനോഫിലസ് പെൺകൊതുക്. ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്റ്റി. ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്റ്റി. ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്റ്റി. അപ്പം മന്ത് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുക്, മലേറിയ അനോഫിലസ് പെൺകൊതുക്, ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്റ്റി. ഓക്കെ. ഇനി ഷഡ്പദങ്ങളിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ നോക്കാം. പ്ലേഗ് എവിടെ നിന്നാണ്? എലിച്ചെള്ള്, ടൈഫസ്. പേൻ, ചെള്ള്. കാല അസർ, സാൻഡ് ഫ്ലൈ. ഇപ്പോൾ പ്ലേഗ്, എലിച്ചെള്ള്, ടൈഫസ്, പേൻ, ചെള്ള്, കാല അസർ, സാൻഡ് ഫ്ലൈ. മനുഷ്യരിലേക്ക് സ്പർശനം മുഖേന പകരുന്ന ബാക്ടീരിയ രോഗമാണെന്ത്? കുഷ്ഠം. കുഷ്ഠം എങ്ങനെയാണ് പകരുന്നത്? സ്പർശനം മുഖേന പകരുന്ന ഒരു ബാക്ടീരിയ രോഗമാണ് കുഷ്ഠം. ഇനി പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് രോഗമാണ് പക്ഷിപ്പനി. പക്ഷിപ്പനി H5N1. പക്ഷിപ്പനി H5N1. പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വൈറസ് രോഗമാണ് എന്ത്? പക്ഷിപ്പനി H5N1. അപ്പം മനുഷ്യരിലേക്കും സ്പർശനം മുഖേന പകരുന്ന ഒരു ബാക്ടീരിയ രോഗമാണ് കുഷ്ഠം. പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വൈറസ് രോഗമാണ് പക്ഷിപ്പനി H5N1. ഇനി രോഗാണുവാഹകരിൽ നിന്നല്ലാതെ പകരുന്ന രോഗങ്ങൾ. ഒന്നാമതായി വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ക്ഷയം, ചിക്കൻ ബോക്സ്, ജലദോഷം, വസൂരി, അഞ്ചാം പനി, മുണ്ടിനീര് തുടങ്ങിയവയൊക്കെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഏതൊക്കെയാണ്? ക്ഷയം, ചിക്കൻ ബോക്സ്, മുണ്ടിനീര്, ജലദോഷം, വസൂരി, അഞ്ചാം പനി തുടങ്ങിയവയൊക്കെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഇനി ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗങ്ങൾ കോളറ, എലിപ്പനി, പോളിയോമൈലിറ്റിസ്, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, വയറുകടി ഇവയൊക്കെ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ ആണ്. ഏതൊക്കെയാണ്? കോളറ, എലിപ്പനി, പോളിയോമൈലിറ്റിസ്, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, വയറുകടി. ഇനി മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾ എന്താണ്? വിരശല്യം, ടെറ്റനസ്. മണ്ണിലൂടെ പകരുന്നവ വിരശല്യം, ടെറ്റനസ്. ഇനി അടുത്തത് രോഗപ്രതിരോധ ശേഷി എന്താണെന്ന് നോക്കാം. രോഗാണുക്കളുടെ പ്രവേശനം തടയാനും ശരീരത്തിന് അകത്തേക്ക് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിൻ്റെ ഒരു കഴിവാണ് രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. എന്താണ് രോഗപ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? രോഗാണുക്കളുടെ പ്രവേശനം തടയാനും ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ശരീരത്തിനുള്ള ഒരു സ്വാഭാവിക കഴിവാണെന്ത്? രോഗപ്രതിരോധ ശേഷി. ഇവ രണ്ട് തരത്തിലുണ്ട്. സ്വാഭാവിക രോഗപ്രതിരോധ ശേഷിയും ആർജിത രോഗപ്രതിരോധ ശേഷി. രണ്ട് തരത്തിലുണ്ട്. ഒന്നാമത്തേത് സ്വാഭാവിക പ്രതിരോധ ശേഷി, രണ്ടാമത്തേത് ആർജിത പ്രതിരോധ ശേഷി. ഇനി എന്താണ് സ്വാഭാവിക പ്രതിരോധ ശേഷി? രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിർത്താനുമുള്ള ശരീരത്തിൻ്റെ സ്വാഭാവിക കഴിവാണ് സ്വാഭാവിക പ്രതിരോധ ശേഷി. എന്താണ്? രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിർത്താനുമുള്ള ശരീരത്തിൻ്റെ ഒരു സ്വാഭാവിക കഴിവിനെയാണ് സ്വാഭാവിക പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്, അഥവാ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. ഇനി ആർജിത പ്രതിരോധ ശേഷി എന്താണ്?
അതായത് നമ്മൾ കുത്തിവെപ്പൊക്കെ എടുക്കത്തില്ലേ വാക്സിനുകൾ, അവയാണ് ആർജിത പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. പ്രതിരോധ കുത്തിവയ്പ്പുകൾ അതായത് വാക്സിനേഷൻസ് വഴി രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കുന്നതാണ് ആർജിത പ്രതിരോധ ശേഷി, അക്വയർഡ് ഇമ്മ്യൂണിറ്റി. പ്രതിരോധ കുത്തിവയ്പ്പുകൾ വഴി രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കുന്നതാണ് എന്ത്? അക്വയർഡ് ഇമ്മ്യൂണിറ്റി അഥവാ ആർജിത പ്രതിരോധ ശേഷി. പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ അതിജീവിച്ച രോഗങ്ങളാണ് എന്തൊക്കെ? വസൂരി, പ്ലേഗ്, പോളിയോ തുടങ്ങിയവയൊക്കെ. എന്തൊക്കെയാണ്? വസൂരി, പ്ലേഗ്, പോളിയോ ഒക്കെ നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ അതിജീവിച്ച രോഗങ്ങളാണ്. പ്രതിരോധ കുത്തിവയ്പ്പ് വഴി തടയാൻ കഴിയുന്ന ഒരു രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്. പ്രതിരോധ കുത്തിവയ്പ്പ് വഴി തടയാൻ കഴിയുന്നൊരു രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി. ഇനി ഇന്ത്യയിൽ അവസാനമായി വസൂരി റിപ്പോർട്ട് ചെയ്തതെന്ന്, അത് 1975 മെയ് 17 ബീഹാറിലാണ് ഇന്ത്യയിൽ അവസാനമായി വസൂരി റിപ്പോർട്ട് ചെയ്തത്. എവിടെയാണ്? ബീഹാറിൽ. എന്നാണ്? 1975 മെയ് 17. വസൂരിയെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച വർഷമേതാ? 1980. വസൂരിയെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച വർഷമാണ് 1980. ഇന്ത്യയിൽ അവസാനമായി പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്തത് എവിടെ വെച്ചാണ്? പശ്ചിമ ബംഗാൾ 2011. ഇന്ത്യയിൽ അവസാനമായി പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്തത് പശ്ചിമ ബംഗാൾ 2011. ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച വർഷം 2014 മാർച്ച് 27. അപ്പം ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്തമായി പ്രഖ്യാപിച്ച വർഷം ഏതാ? 2014 മാർച്ച് 27. ഇനി രോഗങ്ങളും രോഗകാരികളും. ടെറ്റനസ്, ക്ലോസ്ട്രീഡിയം ടെറ്റനി. ടെറ്റനസ് രോഗകാരി ക്ലോസ്ട്രീഡിയം ടെറ്റനി. ടൈഫോയിഡിൻ്റെ രോഗകാരി സാൽമോണല്ല ടൈഫി. ടൈഫോയിഡിൻ്റെ രോഗകാരിയാണ് സാൽമോണല്ല ടൈഫി. പ്ലേഗിൻ്റെ രോഗകാരി യെർസീനിയ പെസ്റ്റിസ്. യെർസീനിയ പെസ്റ്റിസ്. പ്ലേഗിൻ്റെ രോഗകാരിയാണ് യെർസീനിയ പെസ്റ്റിസ്. സിഫിലിസ്, ട്രിപ്പനോമ പലിഡം. സിഫിലിസിൻ്റെ രോഗകാരിയാണ് ട്രിപ്പോനിമ പലിഡം. ട്രിപ്പോനിമ പലിഡം. ഇനി വൈറസ് രോഗങ്ങൾ. ജലദോഷം, വൈറസ് ഏതാണ്? റൈനോ വൈറസ്. ജലദോഷം റൈനോ വൈറസ്. ഡെങ്കിപ്പനി ഫ്ലാവി വൈറസ്. ഡെങ്കിപ്പനി വൈറസ് ഫ്ലാവി വൈറസ്. പക്ഷിപ്പനി വൈറസ് ഏതാണ്? H5N1 വൈറസ്. പക്ഷിപ്പനി H5N1 വൈറസ്. കുരങ്ങുപനി KFD വൈറസ്. കുരങ്ങുപനിയുടെ KFD വൈറസ്. സൂക്ഷ്മജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ആഹാരത്തിന് ദഹനത്തിനും ആഗിരണത്തിനും സഹായിക്കുന്നു. ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനും സഹായിക്കുന്നു. ദോശമാവ് പുളിപ്പിക്കുന്നതിനും പാൽ തൈരാക്കുന്നതിനും സഹായിക്കുന്നു. ഈ പാൽ തൈരാക്കുന്ന ബാക്ടീരിയ ഏതാണെന്നറിയാവോ? ലാക്ടോബാസിലസ് ബാക്ടീരിയ. പാൽ തൈരാക്കുന്നതിനും ദോശമാവ് പുളിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയവയൊക്കെ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു. ഇനി പ്രതിരോധ വാക്സിനുകൾ നമുക്ക് കുറച്ച് നോക്കാം. ഒന്നാമത്തേതായി പോളിയോ വാക്സിൻ OPV. എന്തിനെ തടയുന്നതാണ്? പോളിയോ അഥവാ പിള്ളവാതം. പോളിയോ വാക്സിൻ OPV, പോളിയോ അഥവാ പിള്ളവാതം. BCG എപ്പോൾ കൊടുക്കുന്നതെന്നറിയാമോ? നമ്മുടെ ജനന സമയത്ത് കൊടുക്കുന്നതാണ് BCG. എന്ത് തടയാനാണ്? ക്ഷയം. BCG ക്ഷയം. ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. ടെറ്റനസും ഡിഫ്തീരിയയും തടയുന്നതിനുള്ള വാക്സിനാണ് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. ഹെപ്പറ്റൈറ്റിസ് ബി കൊടുക്കുന്നത് ജനന സമയത്താണ്. തടയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഇനി റോട്ട വൈറസ് വാക്സിൻ RVV. റോട്ട വൈറസ് വാക്സിൻ തടയുന്നത് റോട്ട വൈറസ് രോഗത്തെ. ഇനി അടുത്തത് ന്യൂമോകോക്കൽ കൺജുഗേറ്റ് PCV തടയുന്നത് പോളിയോ. ന്യൂമോകോക്കൽ കൺജുഗേറ്റ് PCV പോളിയോ. മീസിൽസ് റുബെല്ല വാക്സിൻ MR. മീസിൽസും റുബെല്ലയും തടയുന്നു. മീസിൽസ് റുബെല്ല വാക്സിൻ MR. മീസിൽസ് ആൻഡ് റുബെല്ല തടയുന്നു. അടുത്തത് ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ DPT വാക്സിൻ. ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ എന്തിനൊക്കെ തടയുന്നത്? ഡിഫ്തീരിയ തൊണ്ടമുള്ള, പെർട്ടൂസിസ് അഥവാ വില്ലൻ ചുമ, ടെറ്റനസ് അഥവാ കുതിരസന്നി. ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള, പെർട്ടൂസിസ് അഥവാ വില്ലൻ ചുമ, ടെറ്റനസ് അഥവാ കുതിരസന്നി ഇവയാണ് DPT വാക്സിൻ തടയുന്നത്. ഇനി വിറ്റാമിൻ A എന്തിന് തടയുന്നതാണ്? അന്ധത. വിറ്റാമിൻ A അന്ധ.
ഇനി അടുത്തത് നമുക്ക് സസ്യങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളും രോഗകാരികളെയും കാണാം. ഒന്നാമത്തേതായി നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി രോഗം ബാധിക്കുന്ന രോഗകാരി ഏതാണ്? ഫംഗസ് ആണ്. നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി രോഗം ബാധിക്കുന്ന രോഗകാരി ഫംഗസ്. പയറിലെ മൊസൈക്ക് രോഗം ബാധിക്കുന്നത് വൈറസ്. തെങ്ങിലെ കൂമ്പ് ചീയൽ ബാധിക്കുന്ന രോഗകാരി ഏതാണ്? ഫംഗസ്. തെങ്ങിലെ മണ്ടരി വൈറസ് ബാധ മൂലമാണ് മണ്ടരി ഉണ്ടാകുന്നത് കേട്ടോ. അപ്പം ഒന്നുകൂടി നോക്കാം. നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി രോഗം എന്തുകൊണ്ടാണ്? ഫംഗസ് മൂലം. പയറിലെ മൊസൈക്ക് രോഗം വൈറസ് മൂലം. തെങ്ങിലെ കൂമ്പ് ചീയൽ ഫംഗസ് മൂലം. തെങ്ങിലെ മണ്ടരി വൈറസ് മൂലം. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ടത്. അപ്പം കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഒറ്റയിലൊരു ജീവം എന്ന പാഠഭാഗമാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ നോക്കിയത് വ്യാധികൾ പടരാതിരിക്കാൻ എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്ത് നിന്നൊക്കെ PSCക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോട്ടൊക്കെ എഴുതി നന്നായിട്ട് പഠിക്കണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പം ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.